ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിം ലെജൻഡ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഡ്രൈവിംഗ് എംപയർ എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇത് റോബ്ലോക്സിലാണ് നമ്മൾ കളിക്കുന്നത്. ഇത് ഈ കാറിൻ്റെയൊക്കെ ഒരു ഗെയിമാണ്. കാറാണ് ഇത് കൂടുതലും ഉള്ളത്. ഇത് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുന്തോറും നമ്മുടെ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പൈസ വെച്ച് നമുക്ക് കാറൊക്കെ വാങ്ങാം. അതിങ്ങനെ നമുക്ക് കാർ മോഡിഫൈ ചെയ്ത് പവർഫുള്ളാക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ലാഗ് അടിച്ചു, അതാണ് പറ്റിയപ്പോൾ. ഇതാണ് ഇപ്പം എൻ്റെ ഒരു വണ്ടി. ഇതാണ് ഇപ്പോൾ ഓരോ വണ്ടി ഓരോ തരത്തിലാണ്. ഈ വണ്ടിയുടെ ഇങ്ങനെ റൂഫൊക്കെ ഇങ്ങനെ, അല്ല റൂഫല്ല, ഡോറാണ് ഈ വണ്ടിയുടെ. നമുക്കൊന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നൈട്രോ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാനിപ്പോൾ കുറച്ച് ടെർബോ വെച്ചിട്ടുണ്ട്. ക്വാഡ് ടെർബോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ റേസ് എൻജിൻ വെച്ചു. ഇടിച്ചു 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 ഇതെന്താ ഇങ്ങനെ? നമ്മൾ തെന്നി കളിക്കുക, ഡ്രിഫ്റ്റ് ചെയ്യുമായിരുന്നു സത്യം പറയാൻ. നമുക്ക് പിന്നെ ഇതിനകത്ത് റേഡിയോ ഒക്കെ ഉണ്ട്. റേഡിയോ വേണമെങ്കിൽ നമ്മൾ റോബക്സ് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ റോബക്സ് കൊടുക്കണ്ടേ? അപ്പോൾ ആദ്യം റോബക്സ് കൊടുക്കണമെന്നായിരുന്നു കാണിച്ചേ. എന്തായാലും റോബക്സ് കൊടുക്കണം ഇതിന് റോബക്സ് കൊടുക്കണം എന്നാണ് എനിക്ക് എൻ്റെ ഇത്. പക്ഷേ എന്തോ റോബക്സ് എത്രയാണെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് എന്തോ കാണിക്കണ്ടല്ലോ. റിക്വയർ റേഡിയോ ആക്സസ്. അത് നമ്മൾ റോബക്സ് കൊടുത്താൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല റേഡിയോ. പക്ഷെ അത് നല്ലതാണ്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഫൈനൊക്കെ അടിക്കും ചിലപ്പോൾ, ഓവർ സ്പീഡിൻ്റെ മുന്നെയൊക്കെ. വെള്ളത്തിൽ പോയി. പിന്നെ നമുക്കുള്ളത് ഇതൊക്കെയാണ് എൻ്റെ കാറുകൾ. ഇതേ ഞാൻ പറഞ്ഞില്ലേ, 15 റോബക്സ് ആണ് അതിന്. ഇതൊക്കെ എൻ്റെ കാറാണ്, നമ്മുടെ കാറാണ് ഇതൊക്കെ. ഇതിൻ്റെ അകത്ത് എൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇതിൻ്റെ സൗണ്ട് കേൾപ്പിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ കേൾപ്പിക്കുന്നില്ല. ഈ കാർ കൺവേർട്ടബിളാണ്. എന്താ കൺവേർട്ട് ആവാത്തേ? അതെ, കൺവേർട്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ദൂരം ഓടിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഹൗസ് സ്പോൺ ചെയ്യാം. ഞാനിപ്പോൾ ഹൗസ് സ്പോൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിവിടെ വരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹൗസ് വാങ്ങാം, പക്ഷെ പൈസ വേണം. ഇഷ്ടമുള്ള കാറ് ഡിസ്പ്ലേ ഒക്കെ ഇടാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കൊരു കാർ വേണമെങ്കിൽ സ്പോൺ ചെയ്യാം. ഇതും കൺവേർട്ടബിളാണ്. ഈ വീടിൻ്റെ അകം ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, പിന്നെ കാണിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇച്ചിരി ലാഗായിപ്പോവും. ഇനി മുതൽ നമ്മുടെ വീഡിയോ പഴയതുപോലെ തന്നെ 3 ദിവസം കൂടുമ്പോൾ വരും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ 200 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. ഈ വണ്ടി കൺവേർട്ടബിളാണ്. ഇതിൻ്റെ ഇത് കണ്ടോ, ഇതാണ് ഇൻറ്റീരിയർ. നമുക്ക് ഇൻറ്റീരിയർ നമുക്കൊരു ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാം. ഞാൻ അപ്പോൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാം. ഇതാണ് കൺവേർട്ടബിൾ ഞാൻ പറഞ്ഞത്. നേരെ പോയ ഇതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്.
ചെറിയ ലാഗ് അടിക്കും ചില സമയത്ത്. എൻ്റെ ഫോണിൻ്റെ പ്രശ്നമൊന്നും അറിയില്ല. ഓ really? ഓ അയ്യോ, ഇത് ടെലിപ്പോർട്ട് ചെയ്യാതായിരിക്കും നല്ലത്. ഇതാണിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചിട്ടാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ഉണ്ടോ? ഇവിടെയാണ് എൻജിൻ. ഇനി നമുക്ക് മറ്റേ കസ്റ്റമൈസ് ചെയ്യേണ്ടതൊക്കെ പോവാം. അതൊന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി വരാം. ഈ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും. അത് ചുമ്മാ എടുത്ത് ഓടിക്കാം. ഈ വഴി കയറാം, അല്ലെങ്കിൽ നമ്മളത് ഈ വഴി. ഇതാണ് നമ്മൾ അവിടെ നിർത്തിയിട്ടത്. ഇവിടെയാണ്. ഈ വഴി നേരെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഇതാണ്, അത് ഇട്ട് കയറ്റുക. ഇതിൻ്റെ അകത്ത് ഇത് ഏത് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾ പെർഫോമൻസ് കൂട്ടുന്നതനുസരിച്ച് ടയേഴ്സ് ഗ്രിപ്പുള്ള ഇട്ടില്ലെങ്കിൽ ചില കാറിലിങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും ഇടിക്കും വണ്ടി. ഇവിടെയാണ് നമ്മളിങ്ങനെ ലുക്കൊക്കെ കൂട്ടാനുള്ളത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റും പിന്നെ നമ്മൾ റിമ്മും അതൊക്കെ ഇവിടെയാണ്. ലൈസൻസ് പ്ലേറ്റൊക്കെ ഇല്ലേ, അത് ഇത് അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാം. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കളറ് മാറ്റാം. പിന്നെ അണ്ടർഗ്ലോ വയ്ക്കാം. എന്ന് വെച്ചാൽ അടിയിൽ ഈ ലൈറ്റില്ലേ അത് വയ്ക്കാം. പിന്നെ കാലിബർ മറ്റേ ഈ കളറില്ലേ ഇവിടെ ഉള്ള ബ്രേക്കിൻ്റെ ആ ഒരു കളറാണ്. പിന്നെ ഇത് ഇൻറ്റീരിയർ കളറ്. ഇത് നൈട്രോയിൻ്റെ. അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മളിതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. ഇതാണ് വീഡിയോ. സൗണ്ട് കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക, നമ്മൾ കേൾപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് റേസ് കളിക്കാം. നമുക്ക് ഡയട്ടോണ എന്ന് പറഞ്ഞൊരു റേസ് ഉണ്ട്. ആ റേസ് കളിക്കാം. അതിന് ഈ ഒരു കാറാണ് വേണ്ടത്. അത് നിങ്ങളിവിടെ വരുമ്പോൾ ഏതോ കാറ് വേണ്ടതെന്ന് ചോദിക്കും. അതിൻ്റെ അകത്ത് ഒരു കാർ സെലക്ട് ചെയ്യുക. ആ കാർ സെലക്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വേറെ കാറ് ഫ്രീ ആയിട്ട് കിട്ടൂല അതിൽ നിന്ന്. ഇവിടെ വരുന്ന റേസ് ഉണ്ട്. നമ്മളിപ്പോൾ സോളോ ചെയ്യാം, അതാണ് നല്ലത്. ഈ റേസ് പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടുന്നൊരു റേസാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കളിച്ച് കഴിഞ്ഞാൽ സമയം കുറേ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റേസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റേസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇച്ചിരി ലാഗായിപ്പോയി. അതുകൊണ്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുവാണ്. അത് ഒരുപാട് ലാഗായിപ്പോയി. നമുക്ക് പൈസ കുറച്ചാണ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ കളിച്ചു തുടങ്ങി. നമ്മളാണ് ഫസ്റ്റ്, വേറെ ആരുമില്ല. അത് നമ്മൾ മൾട്ടിപ്ലെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പൈസ കിട്ടും കൂടുതൽ. ഇത് നമുക്ക് 50. ഇതെന്നാലും ഇതിൻ്റെ അകത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടണേ. മറ്റേതിൽ നിന്നെല്ലാം ഓടിച്ചെത്തിയാൽ നമ്മളിങ്ങനെ പയ്യെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ നമ്മൾ ഇച്ചിരി ഡിലേ ആയിപ്പോയി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഏതെങ്കിലും ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ പറയുക. ഫോണിലാണ് ഇപ്പോൾ പറ്റുള്ളൂ. പി സി നമ്മുടെ ഇപ്പം എന്തോ പി സിയിലും കുഴപ്പമൊന്നുമില്ല. പി സിയിലായാലും ഗ്രാഫിക്സ് ഇല്ലാത്ത ഏത് ഗെയിം വേണമെങ്കിലും കുഴപ്പമില്ല. അയ്യോ, നമ്മൾ മിക്കവാറും ലാഗായിപ്പോയി. പക്ഷെ കിട്ടി. ഗ്രീൻ വന്നം അത് എന്നാലാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മൾ സമയം എടുത്തൊക്കെ ഓടിപ്പോയി എന്നാണ്. നമ്മളിപ്പോൾ 5 ലാപ്പാണ് പറ്റുള്ളൂ ഈ വണ്ടിയും കൊണ്ട്. നമ്മുടെ ഈ വണ്ടിയും കൊണ്ട് അതിൽ കൂടുതൽ ലാപ്പ് കിട്ടൂല. ചിലപ്പോൾ കിട്ടും. നമ്മൾ മാക്സിമം ഇടിക്കാണ്ടൊക്കെ പോയാൽ അതിൽ കൂടുതൽ ലാപ്പ് കിട്ടും. ഇത് 5 എത്തുമ്പോഴത്തേക്ക് എൻ്റെ സമയം തീരും. ഇപ്പം തന്നെ സമയം തീരാറായി. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗ് റേസ് ചെയ്യാം. തീർന്നു. ബാങ്കിൽ കണ്ടോ, നമുക്ക് ഇത്രയും പൈസ ഒറ്റയടിക്ക് കിട്ടി 2 മിനിറ്റിൽ. ഇനി മൾട്ടിപ്ലെയർ ചെയ്ത് നോക്കാം. ഇപ്പം വരുമോ? എടുക്കാമെന്ന് പറയാം. ഗൈസ്, കണ്ടോ, അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. 50K കിട്ടും. അപ്പം വന്നിട്ടുണ്ട്. മാക്സിമം ഇത് റേസ് ജയിക്കണം. ഇത് ഡെയിലി റിവാർഡാണ്. കളിക്കണനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു ദിവസത്തെ തീർന്നു കഴിഞ്ഞാൽ കിട്ടൂല. പിന്നെ നമുക്ക് അടുത്ത ദിവസം കിട്ടും. നമ്മൾ ഒറ്റയടിക്ക് 68,000 ഉണ്ടാക്കി. നമ്മുടെ ഈ വണ്ടിയിൽ നമ്മൾ കുറച്ച് ടെർബോ ഒക്കെ കയറ്റിയിട്ടുണ്ട്. പക്ഷേ നല്ല വണ്ടിയാണെങ്കിൽ പൊട്ടിക്കാൻ പറ്റും ഈ വണ്ടീനെ. നമ്മൾ മാക്സിമം ലാപ്പ് എടുക്കാൻ നോക്കണം. നമ്മൾ 2 ലാപ്പായി. ഈ ഡയറ്റോണ 500 എന്ന് പറഞ്ഞ റേസ് 2 മിനിറ്റാണ്. കൺട്രോൾ ചെയ്യാൻ ഒരു ഇച്ചിരി പാടാണത്. എന്നാലും കുഴപ്പമൊന്നുമില്ല അധികം. 3 ലാപ്പായി നമ്മൾ. ഇത് കഴിഞ്ഞ് നമുക്ക് ഡ്രാഗ് റേസ് ചെയ്യാം. നമുക്ക് എല്ലാ റേസും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. നാല് ലാപ്പായി. അയ്യോ, നൈട്രോ ഫുള്ളും തീർത്തു. അഞ്ച് ലാപ്പായി. 6 ലാപ്പ് എടുക്കാൻ പറ്റുമോ? 6 ലാപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് നമുക്ക് സമയമില്ല അത്രയും. ഓ, തീർന്നു ഗൈസ്. 6 ലാപ്പ് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഇതാണ് കൂടുതൽ പൈസ കിട്ടിയതുണ്ടോ. അതാണ് ഈ റേസും മറ്റേ റേസും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മൾ ഇനി അയ്യോ, നമ്മളിവിടെ വന്നു ടെലിപ്പോർട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് എത്തും. പക്ഷേ ഓടിച്ച് ചെല്ലുവാണെങ്കിൽ നമ്മൾ പൈസയും കിട്ടും.
വേറെ വണ്ടി എടുക്കാം. അവിടെ ചെന്നിട്ട് ഇവിടെയാണ് ഡ്രാഗ് റേസ്. നമ്മൾ ഏത് വണ്ടി എടുക്കണം? നമുക്ക് ഇടുക. കാരണം നമ്മൾ സോളോ ആണ് ചെയ്യാൻ പോണത്, വേറെ ആരും കളിക്കാനില്ല. നിങ്ങളാരെങ്കിലും ഫ്രണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ പറയുക, നമ്മൾ ഫ്രണ്ട് ആക്കാം. നമ്മൾ മാച്ച് തുടങ്ങാൻ പോവാണ്. സോളോ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അത് നമ്മുടെ തന്നെയാണ്, നമ്മുടെ തന്നെ വണ്ടിയാണത്. കണ്ടോ, അത് നമ്മുടെ വണ്ടി നമ്മളെ തന്നെ പൊട്ടിക്കാൻ നോക്കുക. അതൊരിച്ചിരി പാടാണത്. അത് നമുക്ക് ആരെങ്കിലും കളിക്കാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. അയ്യോ ശേ, നമുക്കത് കളിക്കണ്ട. എനിവൻ ഡ്രാഗ് റേസ് എന്ന് ചോദിക്കാം. ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യേണ്ടി വരും, കാരണം ആരും കളിക്കാനില്ല. അവന്മാരുണ്ടോ? ഇല്ല. അപ്പം ഉണ്ട്. ജയിക്കുമെന്നറിയില്ല. ഇതാണ് എൻ്റെ കളിക്കണതിൽ ഏറ്റവും ഞാൻ ട്യൂൺ ചെയ്തേക്കണ വണ്ടി. കാരണം എനിക്കിതായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് കഴിഞ്ഞ ദിവസം കണ്ടാണ് ഞാൻ മറ്റേ വേറെ കുറേ വണ്ടികൾ വാങ്ങിയത്. അവൻ്റെ വണ്ടി കണ്ടിട്ട് അവൻ ജയിക്കുമെന്ന് തോന്നുന്നു, അറിയില്ല. നമ്മുടെ വണ്ടി പറക്കുവാണ്. ഗൈസ്, നമ്മൾ ജയിച്ചു. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ വെച്ച് തീരുവാണ്. നമ്മുടെ വീഡിയോ നമുക്ക് അത്രേ ഉള്ളൂ. വേറെ നമ്മൾ ഓവർ ലെങ്തായി പോകും. അല്ലെങ്കിൽ നമ്മളെ 3 ദിവസം വെച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ വീഡിയോ വരണത്. നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് വീഡിയോ ഡിലേ ആയിരുന്നു. ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉണ്ടാവും, നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന പോലെ തന്നെ. അപ്പോൾ ഇതാണ്, ഇവിടെ ഒരു പാർക്കിംഗ് ലോട്ടുണ്ട്, ഞാൻ കാണിച്ചത്. ഇവിടെ നിന്നൊക്കെ ചുമ്മാ വണ്ടി ഇങ്ങനെ ഇടാം. ഇതുകൊണ്ട് ഹെഡ്ലൈറ്റൊക്കെ ഓണാക്കി ഇട്ടിട്ട് ഇറങ്ങി വരാം. ഇതുണ്ടോ, ഇത്രയുള്ളൂ. നമുക്കൊന്ന് ഈ വണ്ടി ഒന്ന് എടുത്ത് കറക്കിയിട്ട് വരാം. അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ നമ്മുടെ വീഡിയോ നിർത്താം. പിന്നെ അത് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾക്ക്. ഇടിച്ചു, അതുവഴി ഇടിച്ചു പൊളിച്ച് കഴിഞ്ഞാൽ മതി. എന്നിട്ട് ഇവിടെ വരിക, സ്റ്റാർട്ട് കസ്റ്റമൈസിങ് കൊടുക്കുക. നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക. നമ്മളറിയാണ്ട് നിൽക്കുന്നതാണ് ഇവിടെ. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് 15 മില്യൺ പൈസയൊക്കെ ഗെയിമിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല 500 കിലോമീറ്ററൊക്കെ ഓൾറെഡി നമ്മൾ ട്യൂൺ ചെയ്യാണ്ട് തന്നെ ഉള്ള വണ്ടികളുണ്ടാകും. 500 കിലോമീറ്റർ എൻ്റെ കയ്യിലുള്ള ഒരു വണ്ടിയും എത്തൂല, അത് ഉറപ്പാണ്. അത് ഞാൻ മാക്സിമം ട്യൂൺ ചെയ്തു, എന്നാലും പറ്റൂല. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളെ എല്ലാത്തിനും ഇൻറ്റീരിയറിൻ്റെ കളറൊക്കെ നമ്മൾ മാറ്റി, പിന്നെ റിങ്സൊക്കെ ഇട്ടു. എൻ്റെ സൗണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ സൗണ്ട് കേൾപ്പിക്കാം. എൻ്റെ അപ്പോൾ ഹെഡ്ലൈറ്റൊക്കെ ഓണിക്കുക.
ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിടാം, എല്ലാത്തിലും ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിടാം. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ഒന്നുമില്ല. PC-യിലാണെങ്കിൽ ഇൻഡിക്കേറ്ററൊക്കെ കത്തും തോന്നുന്നു, പക്ഷെ മൊബൈലിൽ കത്തൂല. ഹോൺ അടിക്കാനും പറ്റൂല. മൊബൈലിൽ മറ്റേ PC-യിൽ ഹോണൊക്കെ അടിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. നമ്മൾ ഏതെങ്കിലും ഗെയിം കളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറയുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.